ഞാനിന്ന് ദോശ ഉണ്ടാക്കാൻ പോവുകയാണ്. അത് ഗോതമ്പ് പൊടി കൊണ്ട് 2 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തത്. അതിന് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ച് കൊടുക്കുകയാണ്. അതിന് പാകത്തിന് ഉപ്പിട്ട് 1 സ്പൂൺ ഉപ്പാണ് ഞാൻ ഇടുന്നത്. വെള്ളം കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കണില്ല. ഒന്നിച്ച് ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ വെള്ളം കൂടിപ്പോവും. അപ്പോൾ കുറേശ്ശെ ആയിട്ട് നമുക്ക് കുഴച്ചെടുക്കാനാണ്. നല്ല കനം കുറച്ച് ചൂടാൻ പറ്റിയ ദോശയാണ്. ചപ്പാത്തി ഉണ്ടാക്കുന്നതിനെക്കാട്ടും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ദോശ. നല്ല ടേസ്റ്റും കിട്ടും. വെള്ളം ഒഴിച്ചിട്ട് മാവ് ഞാൻ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്ന് മിക്സ്ഡ് ജാറിലേക്ക് ഇടാൻ പോകും. ജാറിലൊന്ന് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് 1/4 ഗ്ലാസ് ചോറും ചേർക്കുന്നുണ്ട്. മാവിൻ്റെ കൂടെ ചോറും ചേർത്തിട്ട് അരച്ചു കൊടുക്കുന്നു. 2 ഗ്ലാസ്സിലേക്ക് 1/4 ഗ്ലാസ് ചോറ് മതി. കൂടുതലായാൽ നല്ല മയമാവും. അപ്പോൾ ഒരു ദോശ കിട്ടാൻ തന്നെ പാടാവും. ഇത്ര ചോറ് മതി. അതും കൂടി ചേർത്തിട്ട് നല്ലതുകൊണ്ട് അടിച്ചു കൊടുക്കാൻ പോവാണ്. നല്ല ദോശയുടെ പാകത്തിന് തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ല ചൂടായി വന്നിരിക്കുന്നു. അതിലേക്ക് എണ്ണ പുരട്ടി കൊടുക്കുമ്പോൾ വാഴൻ്റെ തണ്ടയിട്ടാണ് എണ്ണ പുരട്ടുന്നത്. നല്ല കനം കുറച്ച് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് മിക്സിയിൽ അടിച്ച് കുറച്ച് ചോറും ചേർത്താൽ നല്ല പാകത്തിന്. കൂടുതൽ ചോറ് വേണ്ട, ലേശം ചോറ് ചേർത്തിട്ട് ചിലർക്കൊക്കെ അറിയുന്നത് തന്നെ. എന്നാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. നല്ല മയത്തിലുള്ള ദോശയാണ്. അപ്പോൾ നമുക്ക് എന്ത് കറി കൂട്ടിയിട്ടും കഴിക്കാൻ പറ്റും. അത് ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കാൻ പോവുകയാണ്. എണ്ണ തട്ടിയിട്ട് ഒന്നുകൊണ്ട് വെന്ത് കിട്ടണം. നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു പച്ചച്ചോയ ഉണ്ടാവും. അപ്പോൾ നല്ല വെന്തിരിക്കണം. കുറച്ച് ദോശത്തെ ചുട്ടെടുക്കുകയാണ്. ദോശ ചുട്ട് കുറച്ച് ചുട്ടിട്ടുള്ളൂ. അത് നല്ല കനം കുറച്ച് ദോശ നമുക്ക് കിട്ടിയിരിക്കുന്നത്.